ഒരു കോളേജ് ഗെറ്റ് ടുഗദറിന് പോയാലോ? എല്ലാരോടും പറയണം, എല്ലാരും അറിയണം. അതാണ് അതിന്റെ ഒരു മര്യാദ. നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ ഉടലേ കൈ? ഉറപ്പാണല്ലോ. ഉടലേ കൈ സംടൈംസ് ഞാൻ മിസ് ചെയ്യും. എനിക്ക് ഇവരൊക്കെ കാണാൻ കിട്ടുന്നത് ഭയങ്കര കുറവാ സമയത്ത്. നീ പറഞ്ഞ പോലെ എല്ലാരും പല വഴിക്കാണ്, പക്ഷെ സ്റ്റിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണക്ട് ആവും. ദിവസവും കാണുക എന്നുള്ള ഒരു പരിപാടിയില്ല, പക്ഷെ സ്റ്റിൽ വി കീപ് ദാറ്റ് കണക്ട്. ഇത് എന്റെ കോളേജ് ഗെറ്റ് ടുഗദർ അല്ല, വിഷ്ണുവിന്റെ കോളേജ് ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. പക്ഷെ സത്യം പറയാലോ, എന്റെ കോളേജ് റീയൂണിയനേക്കാളും ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവിന്റെ കോളേജ് റീയൂണിയൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വിഷ്ണുവിനുള്ളതുപോലെ തന്നെ ഞാനും അറ്റാച്ച്ഡ് ആയി തുടങ്ങി കേട്ടോ. 5 വർഷം കൂടുമ്പോൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും അവർ ഗെറ്റ് ടുഗദർ വയ്ക്കും. പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുക മാത്രമല്ല കേട്ടോ, അതിനുവേണ്ടി മാത്രം ഈ ഒരൊറ്റ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ഖത്തറിൽ നിന്ന് ഒരു 3-4 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എങ്കിൽ അത് സത്യമാണ്. ചില സമയങ്ങളിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് അസൂയ തോന്നിപ്പോവാറുണ്ട്. കോളേജ് ലൈഫ് കഴിയുമ്പോൾ ചുമ്മാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരിക്കലും പിരിയില്ല പറഞ്ഞ് ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ മാത്രം ആക്റ്റീവ് ആവുന്ന ഗ്രൂപ്പല്ല കേട്ടോ അവരുടേത് ചാരിറ്റി ആയിട്ടും ഒത്തുകൂടലായിട്ടും എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. വളരെയധികം റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു കൂട്ടായ്മയാണ് കേട്ടോ അവരുടെ. ഇതിപ്പോ അവർക്ക് മാത്രമുള്ള ഒരു ഗെറ്റ് ടുഗദർ ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങള് വൈഫ്സിനും അതുപോലെ ഹസ്ബൻഡ്സിനും എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇൻവോൾവ് ആവാൻ വിധത്തിലുള്ള വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മത്സരങ്ങളിൽ ജയിച്ചവർക്ക് അടിപൊളി ഗിഫ്റ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ, വലിയവർക്കും എല്ലാവർക്കും അവിടെ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് നല്ല അടിപൊളി ഭക്ഷണവും. ഇത്രയും നേരം വളരെയധികം ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് വരുമ്പോൾ വളരെയധികം കുറച്ച് വിഷമം തോന്നുന്ന മൊമെന്റ്സ് ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ. അവരുടെ സാറുമാരും ആയാലും എല്ലാവരായാലും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. അവരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ വളരെയധികം വിഷമം തോന്നി. പക്ഷെ അവരെ ഒട്ടും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഒരുപാട് നേരം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ മാക്സിമം സ്പെൻഡ് ചെയ്ത് ഏറ്റവും അവസാനം അവർ നല്ലൊരു ഫോട്ടോ എടുത്തു. അതായിരിക്കുമല്ലോ ഏറ്റവും വലിയ മെമ്മറി. ഇതോടുകൂടി അവരുടെ ആഘോഷം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വിഷമത്തിലൊന്നുമല്ല. അവരെ ഇനി ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി അവരുടെ ബാച്ച്മേറ്റ്സ് മാത്രം ഒരു സ്റ്റേ ഉണ്ട്. ഇതിന്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഒന്നും പറയാത്ത ഒരു സോങ് മാത്രമായിട്ടുള്ള ഒരു റീല് ഞാൻ ഇൻസ്റ്റയിലിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.